പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും വിശ്വസ്തതയും അനുഭവിക്കുവാനായി വിളിക്കപ്പെട്ടവരായ നിങ്ങൾ ഓരോരുത്തർക്കും ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ രാത്രി പ്രാർത്ഥനയിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ നാം ഉറങ്ങാൻ പോകുമ്പോൾ നമ്മെ ഭാരപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ, നമ്മെ വിഷമിപ്പിക്കുന്ന കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ, നാം നഷ്ടപ്പെടുത്തി കളഞ്ഞ അവസരങ്ങൾ, സമയം, കഴിവുകൾ, ഇവയെ ഓർത്തുള്ള ഇപ്പോഴത്തെ പശ്ചാത്താപം, ദുഃഖം എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനി എനിക്ക് ഒന്നും ചെയ്യാൻ സമയമില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ രാത്രിയിൽ കർത്താവിൽ വിശ്വാസമർപ്പിക്കുക. ഇനി മുതൽ അവിടുത്തെ ഉപദേശം തേടാം. അവിടുത്തെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നാം അധ്വാനിക്കാതെ പോയ നമ്മുടെ ശീലങ്ങൾ, നാം നിസ്സാരമായി കണ്ട ചില കാര്യങ്ങൾ എല്ലാം മാറ്റിക്കളഞ്ഞ് കൂടുതൽ കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിൽ നമ്മുടെ അധ്വാനത്തെ പണിതുയർത്താം. നമ്മുടെ വീഴ്ചകളെ കർത്താവ് ക്ഷമിക്കും. ഇനി മുതൽ നമുക്കുള്ളത് വെച്ച് വീണ്ടും തുടങ്ങാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവെ, ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ സമയം, കഴിവുകൾ, അവസരങ്ങൾ, ഇവയെ ഓർത്ത് ഞാനിപ്പോൾ കുറ്റബോധം കൊണ്ട് വേദനിക്കുന്നു. എന്നിലുള്ള ഈ കുറ്റബോധത്തെ എടുത്തു മാറ്റി നിന്റെ ഉപദേശത്തെ സ്വീകരിച്ച് ഇനി മുതൽ നല്ലൊരു ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കണമേ എന്നോർത്ത് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിലുള്ള വേദനയെ കർത്താവ് സുഖപ്പെടുത്തും. അവിടുന്ന് വീണ്ടും ഒരവസരം കൂടി നമുക്ക് നൽകും. അത് ഉപയോഗിക്കാനായി നമുക്ക് പരിശ്രമിക്കാം. അതിനാൽ ഉറങ്ങാൻ മുൻപ് നമ്മുടെ ബലഹീനതകളെ, നാം നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ, സമയത്തെ, കഴിവുകളെ ഓർത്ത് കർത്താവിനോട് മാപ്പ് ചോദിക്കാം. നാം നഷ്ടപ്പെടുത്തിയ ജീവിത നന്മകളെ ഓർത്ത് മാപ്പ് ചോദിക്കാം. നമ്മിൽ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിച്ച നമ്മുടെ വീഴ്ചകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവിന് എല്ലാം സാധ്യമാണ്. അവിടുന്ന് ആദിയും അന്തവുമാണ്. അവിടുന്ന് ജീവനും പുനരുത്ഥാനവുമാണ്. അവിടുന്ന് വഴിയും സത്യവും ജീവനുമാണ്. അതിനാൽ കർത്താവിന് സകലതും നവീകരിക്കാൻ സാധിക്കും. നമ്മുടെ നഷ്ടസ്വപ്നങ്ങളെ ഓർത്ത് ഉള്ള ദുഃഖം കർത്താവിന് ഈ രാത്രിയിൽ നൽകി ഇനിയുള്ള നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിനോട് കൂടെ നിന്ന് എങ്ങനെ പരിപോഷിപ്പിക്കാം എന്നോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ രാത്രിയിൽ നമ്മുടെ വേദനയും വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 32 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. എൻ്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല. എൻ്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയ സങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. ഞാൻ നിന്നെ ഉപദേശിക്കാം. നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഏറ്റവും സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് പാപങ്ങൾ ക്ഷമിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ച്
ഞങ്ങൾക്കൊരു നവജീവൻ നൽകാൻ വേണ്ടി അവിടുന്ന് പുനരുദ്ധാനം ചെയ്ത് ഞങ്ങളെ ശക്തിപ്പെടുത്താനും വഴി നടത്താനും ഞങ്ങളെ സഹായിക്കാനുമായി അങ്ങ് ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. ഈ സത്യം എല്ലാം അറിഞ്ഞിട്ടും കർത്താവെ, ഞങ്ങൾ ഫലമില്ലാത്തവരായി തോന്നപ്പെടുന്നു. അതിനാൽ ഇന്ന് കുറ്റബോധത്തിൽ ജീവിക്കുന്ന ഞങ്ങളുടെ മേൽ നീ കരുണ ചൊരിയണമേ. കർത്താവെ, നീ ഞങ്ങളോട് വിശ്വസ്തത കാണിച്ചു. നീ ഞങ്ങൾക്ക് ആവശ്യമായ സകല കൃപകളും കഴിവുകളും അനുഗ്രഹങ്ങളും സമയവും അവസരങ്ങളും നൽകി. എന്നാൽ അതെല്ലാം നിസ്സാരമായി കണ്ടു. കർത്താവെ, ഈ രാത്രിയിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങൾ നിന്നിൽ നിന്ന് സ്വീകരിച്ച നന്മകളെ നിസ്സാരമായി കണ്ട് അത് നൂറുമേനിയായി വളർത്താൻ കഴിയാഞ്ഞതിൻ്റെ കുറ്റബോധത്താൽ ഞങ്ങൾ ഈ രാത്രിയിൽ വിഷമിക്കുമ്പോൾ, കർത്താവെ, ആദിയും അന്തവുമായ ദൈവമേ, എല്ലാം നവീകരിക്കാൻ ശക്തിയുള്ള ദൈവമേ, നിന്നിൽ ഞങ്ങൾ സകലരും അഭയം തേടുന്നു. കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ തെറ്റുകൾക്ക് മാപ്പ് തരണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക്, ബലഹീനതകൾക്ക് ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഈ രാത്രിയിൽ കുറ്റബോധത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഏതൊക്കെ അവസരങ്ങളിൽ ഞങ്ങൾ നിന്നിൽ നിന്ന് അകന്നുപോയോ, നിന്റെ നന്മകളെ ഉപയോഗപ്രദമാക്കാതെ നിസ്സാരമായി കണ്ടോ, നിന്റെ അനുഗ്രഹങ്ങളെ, നിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞിട്ടും അത് നിസ്സാരമായി എടുത്ത്, നിന്റെ വചനത്തിൻ്റെ ശക്തിയെ പോലും നിസ്സാരമായി കണ്ട്, നിന്റെ സഹായം നിസ്സാരമായി കണ്ട്, നിന്നിൽ വിശ്വസിക്കുന്നതും നിന്നോട് പ്രാർത്ഥിക്കുന്നതും നിസ്സാരമായി കണ്ട് ഞങ്ങൾ ജീവിച്ച ഞങ്ങളുടെ ഈ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. എൻ്റെ കർത്താവേ, നീയാണ് സകലത്തിൻ്റെയും പരിപൂർണത. കർത്താവേ, സകലതും നിന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അതിനാൽ നിന്നോട് ചേർന്ന് നിൽക്കുന്നവൻ ഫലമുള്ളവനായി കാണപ്പെടണം എന്ന് നീ തന്നെ ആഗ്രഹിക്കുന്നു. അതിനാൽ കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ബലഹീനതകളെ ക്ഷമിച്ച്, ഞങ്ങളുടെ പാപങ്ങളെയും തെറ്റുകളെയും ക്ഷമിച്ച്, ഞങ്ങൾ നിസ്സാരമായി കണ്ട വിലയേറിയ സകല ഉപദേശങ്ങളെയും സകല നന്മകളെയും ഇനി മുതൽ ഏറ്റവും തീക്ഷ്ണതയോടെ തന്നെ സ്വീകരിക്കുവാനും, ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാനും, അതിന്മേൽ പടുത്തുയർത്താനും ഞങ്ങളെ സഹായിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. ഞങ്ങളുടെ പാപത്തെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയതിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു, അനുതപിക്കുന്നു. കർത്താവേ, നിനക്കെല്ലാം സാധ്യമാണ്. അതിനാൽ ഞങ്ങളുടെ ജീവിതത്തെ ഇനി മുതൽ ഇപ്പോൾ മുതൽ നീ പുനഃസ്ഥാപിക്കണമേ. നീ പുനരുദ്ധരിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ കൈവിടല്ലേ. കർത്താവേ, ഞങ്ങൾ നഷ്ടമാക്കിയ കഴിഞ്ഞ കാലത്തെ നന്മകളെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന കൂടുതൽ നന്മകളെ ഓർത്ത് ആനന്ദിക്കുന്നതിനും, അത് പ്രാവർത്തികമാക്കാൻ, അത് സ്വീകരിക്കാൻ, അത് നടപ്പിലാക്കാൻ, അതിൽ ജീവിക്കാൻ, പുതിയ കൃപയ്ക്കു വേണ്ടി നിന്റെ ഉപദേശം തേടാനും നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളിൽ ദൃഷ്ടി ഉറപ്പിച്ച് ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ എല്ലാം ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളോട് ക്ഷമിക്കണമേ. ബലഹീനതകളെ ഏറ്റുപറയുന്നു, ഞങ്ങളോട് ക്ഷമിക്കണമേ. നിസ്സാരമായി കണ്ട വൻ കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങളോട് ക്ഷമിക്കണമേ. വീണ്ടും നിന്റെ കാരുണ്യത്തിൽ വസിക്കാനും നിന്റെ ഉപദേശം സ്വീകരിച്ച് മുന്നോട്ട് നയിക്കപ്പെടുന്നതിനും കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. പരീക്ഷ തുടങ്ങിയിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായി നീ അനുഗ്രഹിക്കണമേ. പഠിക്കാൻ കഴിവില്ലാന്ന് തോന്നുന്ന മക്കൾക്ക് നീ കൃപ കൊടുക്കണമേ. നിന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കണമേ. പഠനത്തിലുള്ള എല്ലാ അശ്രദ്ധയും മാറ്റി കർത്താവേ, നീ കൂടെ ഇരുന്ന് അവരെ പഠിപ്പിച്ച് അവർക്ക് ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണമേ. രോഗികളായ എല്ലാവർക്കും ഈ രാത്രിയിൽ നീ സൗഖ്യവും ആശ്വാസവും നൽകി അവരുടെ മേൽ കരം വെച്ച് സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. ഈ രാത്രിയിൽ നിന്നിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളെ കർത്താവെ നീ സാധിച്ചു കൊടുക്കണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ ഈ രാത്രിയിൽ ഞങ്ങൾക്കെല്ലാവർക്കും സുരക്ഷിതമായ ഉറക്കം നൽകി സുരക്ഷിതമായ നിന്റെ അനുഗ്രഹങ്ങളുടെ മേൽ ഉള്ള സുരക്ഷിതത്വം അനുഭവിച്ചുറങ്ങാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ കരം ഞങ്ങളെ ഓരോരുത്തരുടെ മേലും സ്പർശിക്കണമേ. ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ആത്മീയമായും വൈകാരികമായും ബൗദ്ധികമായും മാനസികമായും ശാരീരികമായും
കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. എല്ലാ മേഖലയിലും ഞങ്ങൾ വീഴ്ചയുള്ളവരാണ്. ഈ വീഴ്ചയെ നീ സുഖപ്പെടുത്തി ഞങ്ങളെ ശക്തിയുള്ളവരാക്കി മാറ്റണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ, നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ എല്ലാം മറന്ന് ഭയത്തിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, നിസ്സഹായതയിൽ നിന്നും മാറി നിന്ന്, നീ ശക്തനായ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു, ശക്തനായ ദൈവം എനിക്ക് തുണയുണ്ട്, ശക്തനായ ദൈവം എന്നെ വഴി നടത്തുന്നു, ആ വിശ്വാസത്തിന്മേൽ ശക്തനായ ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു, ആ വിശ്വാസത്തിന്മേൽ മുറുകെ പിടിച്ച് ഈ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ലൊരു ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ കാരുണ്യത്തെ ദർശിച്ചുണരുവാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ തരികയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന നാഥ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച നാഥ, കുറ്റബോധത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഈ പ്രാർത്ഥനയിലൂടെ വലിയ ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ടാകാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈ രാത്രിയിൽ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും, സകല ദുഷ്ടശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവെ കാത്തുകൊള്ളണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും നീ ഞങ്ങൾക്ക് നൽകിയ സകലതിനെയും നീ ഈ രാത്രിയിൽ കാത്തുകൊള്ളണമേ. ദൂരസ്ഥരും സമീപസ്ഥരുമായ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നീ കാത്തുകൊള്ളണമേ. കർത്താവെ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ എല്ലാം ക്ഷമിക്കാനും, എല്ലാവരോടും ക്ഷമിക്കാനും, ഞങ്ങളോട് തന്നെ ക്ഷമിക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല കുറ്റബോധത്തിൽ നിന്നും, വിമർശനങ്ങളിൽ നിന്നും, സകല ഉപദ്രവങ്ങളിൽ നിന്നും കർത്താവ് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. അവിടുന്ന് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച്, നിങ്ങളുടെ ബലഹീനതകളെ ക്ഷമിച്ച്, നിങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് അവിടുന്ന് നിങ്ങളോട് കരുണ കാണിക്കുകയും നിങ്ങളെ പൂർണ്ണമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈ രാത്രിയിൽ സകല ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കർത്താവ് തൻ്റെ കരങ്ങളിൽ കാത്ത് സംരക്ഷിക്കട്ടെ. നല്ലൊരു ഉറക്കം നൽകി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നല്ലൊരു ദിവസമാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ സഹായം, പരിശുദ്ധ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. ആമേൻ.